നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ. ഇപ്പോൾ ഈ വീഡിയോയിൽ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് പോലും ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ എങ്ങനെയാണ് ഒരു കമ്പനിയുടെ ഒരു ഷെയർ നമുക്ക് പർച്ചേസ് ചെയ്യുക, എങ്ങനെയാണ് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുക എന്നതൊക്കെയാണ് ഇന്നത്തെ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സറോദ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ബ്രോക്കിംഗ് കമ്പനിയുടെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ അടിച്ച് കയറി കഴിഞ്ഞാൽ ലഭിക്കുന്ന ഒരു വിൻഡോ ആണ് വരുന്നത്. ഇത് ബ്രൗസർ വഴിയാണ് ഇത് കയറിയിരിക്കുന്നത്. ഒന്നെങ്കിൽ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ വഴി നമുക്ക് നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ഇതേപോലത്തെ ഒരു വിൻഡോ ആയിരിക്കും. ഇത് നമ്മുടെ ഡീറ്റെയിൽസും അടക്കമുള്ള നമ്മുടെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളിലാണ് നമ്മളിപ്പോൾ കയറി നിൽക്കുന്നത്. ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ളൊരു ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിലും തൊട്ട് മുൻപത്തെ വീഡിയോസിൽ നമ്മൾ സ്റ്റോക്കിനെ കുറിച്ചൊക്കെ ബേസിക് ആയിട്ടുള്ളൊരു കണ്ടൻറ്റുകളൊക്കെ പഠിച്ചിരുന്നു. മുൻപത്തെ വീഡിയോസ് ശ്രദ്ധിക്കുക. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് കമ്പനികളെ ആഡ് ചെയ്യുക. നമ്മൾ ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്കൊരു സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഏത് കമ്പനിയും നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇത് ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനി ഇതിലേക്ക് സെർച്ച് ചെയ്യാണ്. റിലയൻസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ താഴെ റിലയൻസ് എന്ന് പറയുന്ന പേരിൽ തുടങ്ങുന്ന കമ്പനികൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ റിലയൻസ് എന്നാണ് അടിച്ചിരിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിടാം. ജസ്റ്റ് ഒന്ന് ആഡ് എന്ന് പറഞ്ഞാൽ ടിക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കമ്പനി നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യും. ഞാൻ അടുത്തൊരു കമ്പനി കൊടുക്കുകയാണ്, ബയോകോൺ എന്ന് പറയുന്ന കമ്പനി നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടു. ഇതേപോലെ നമുക്ക് ഏത് കമ്പനി വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഭാരതി എയർടെൽ എന്ന് പറയുന്ന കമ്പനി ഇവിടെ ആഡ് ചെയ്തു. അതിൻ്റെ ഒരു പ്രൈസും നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഫോർട്ടീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ സെർച്ച് ബട്ടണിൽ സെർച്ച് ചെയ്തതിന് ശേഷം അത് ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിലും നമ്മുടെ ഈ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതിനുള്ളൊരു ഓപ്ഷനാണ് ഇതിലെ ഏറ്റവും ടോപ്പിൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഫണ്ട്സ്, അതിൽ ആഡ് ഫണ്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഒരു ബാങ്കും എത്രയാണ് എമൗണ്ട് എന്നുള്ള ഡീറ്റെയിൽസും വരും. ഞാൻ ഇവിടെ 15,000 കൊടുക്കുന്നത്, 15,000. ഞാനത് UPI വഴിയാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ ഗൂഗിൾ പേ അക്കൗണ്ടിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മളത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പേ നടത്തി കഴിഞ്ഞാൽ നമുക്ക് 15,000 നമുക്ക് അപ്പോൾ തന്നെ ഇതിലേക്ക് ആഡായിട്ട് ഇത് കാണാൻ സാധിക്കും. ഞാൻ ആഡ് ചെയ്തത് ഇപ്പോൾ ഇക്വിറ്റിയിലേക്കാണ്. 2 ഓപ്ഷൻ ഉണ്ട്, ഇക്വിറ്റി, കമ്മോഡിറ്റി. അപ്പോൾ ഞാനിവിടെ ഇക്വിറ്റിയിലേക്ക് ആഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇക്വിറ്റിയിൽ ഇപ്പോൾ 15K എന്ന് പറഞ്ഞിട്ട് നമുക്കത് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഈ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാം, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ലിസ്റ്റ് അതുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഒരു മൗസ് ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ബൈ ബട്ടൺ കാണാൻ സാധിക്കും. ബൈയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വിൻഡോ വരും, ബൈ ഫോർട്ടീസ് എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ വലുതാക്കി സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ 1 ക്വാണ്ടിറ്റി നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് അവിടെ. ഇൻട്രാഡേ, ലോങ് ടൈം. ഇപ്പോൾ 1 ക്വാണ്ടിറ്റി 236.50 നമുക്കൊരു ലോങ് ടൈമിലേക്ക് വാങ്ങണമെങ്കിൽ പ്രൈസ് വരുന്നത്. കാരണം നമുക്കറിയാം ഒരു ഓഹരിയുടെ വില എന്ന് പറയുന്നത് 236.50. ഇനി നമുക്ക് 25 ക്വാണ്ടിറ്റി വാങ്ങണമെങ്കിൽ 5,912 രൂപയാണ് നമുക്കൊരു പ്രൈസ് വരുന്നത്. അപ്പോൾ 30 ക്വാണ്ടിറ്റി വേണമെങ്കിൽ 7090. അതിൻ്റെ അടിയിൽ കാണിക്കുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഇത് ഈ സോഫ്റ്റ്വെയറിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അടിയിൽ നമുക്ക് 30 ക്വാണ്ടിറ്റി വാങ്ങുമ്പോൾ എത്രയാണ് എമൗണ്ട്, മാർജിൻ റിക്വയർഡ് എത്രയാണെന്നുള്ളത് കാണിക്കും. ഇനി ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ രാവിലെ വാങ്ങിയിട്ട് വൈകിട്ട് വിൽക്കുന്ന രീതിയാണ് ഇൻട്രാഡേക്കുള്ള ഒരു മാർജിൻ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. വെറും 779 രൂപ മതി 30 ക്വാണ്ടിറ്റി വാങ്ങാനായിട്ട്. പക്ഷേ നമ്മൾ രാവിലെ വാങ്ങിയിട്ട് വൈകിട്ടാകുമ്പോഴേക്കും വിൽക്കണം എന്നുള്ളതാണ് ഇൻട്രാഡേയിലെ ഒരു നിയമം വരുന്നത്. മാർക്കറ്റ് ലിമിറ്റ് 2 ഓപ്ഷനാണുള്ളത്. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റിൽ എത്രയാണോ ട്രേഡ് നടക്കുന്നത് ആ പ്രൈസിൽ നമുക്ക് വാങ്ങാം. അതിന് നമുക്കൊരു മാർക്കറ്റ് ഡെപ്ത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്, ലൈവായിട്ട് ട്രേഡ് നടക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വാങ്ങാനുള്ളവരും റൈറ്റ് സൈഡിൽ വിൽക്കാനുള്ള ആളുകളുടെ ക്വാണ്ടിറ്റികൾ അവിടെ കാണുന്നത്.
ഞാനിവിടെ ഇൻട്രാഡേ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ നമുക്ക് രാവിലെ വാങ്ങിയിട്ട് വൈകിട്ട് വിൽക്കാനുള്ള രീതിയാണ്. പിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ മാർക്കറ്റാണ്. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് റേറ്റിന് ഇപ്പോഴത്തെ പ്രൈസിനാണ് ബൈ ചെയ്യുന്നത്. പക്ഷേ മാർക്കറ്റ് റേറ്റിനല്ല വാങ്ങുന്നത്. 236 ലിമിറ്റ് ഇട്ട് വാങ്ങുമ്പോൾ നമുക്ക് 236 വരുമ്പോൾ മാത്രമാണ് നമുക്ക് ബൈ കിട്ടുക. ഇപ്പോൾ നമുക്ക് ബൈ കിട്ടി 236 എണ്ണം 30 ക്വാണ്ടിറ്റി ബൈ ചെയ്തു. ഇവിടെ നമുക്ക് ഓർഡർ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. എക്സിക്യൂട്ടഡ് ഓർഡേഴ്സിൽ കാണാം 9:31 236 രൂപയ്ക്ക് നമ്മൾ ബൈ എടുത്തു. പൊസിഷൻസ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും. ഇപ്പോഴും നടക്കുന്നത് 236 തന്നെയാണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് MIS എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇൻട്രാഡേയിൽ ബൈ എടുത്തു കഴിഞ്ഞാൽ MISലാണ് വരിക. നമ്മുടെ P&L ആണ് ഏറ്റവും റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇപ്പോൾ നമുക്ക് 4 രൂപ 50 പൈസ ലോസ് അങ്ങനെ മാറി കുറഞ്ഞുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അവിടെ നമുക്കൊരു പ്രൈസിൻ്റെ ഒരു വേരിയേഷൻ വരുന്നതിനനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് വളരെ ചെറിയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ പോലും ഇൻട്രാഡേയിൽ ബൈ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഇൻട്രാഡേയിൽ അട്രാക്റ്റ് ആയി വന്നുകൊണ്ടിരിക്കുന്നത്. MIS എന്ന് പറഞ്ഞിട്ടാണ് അതിനെ കാണിക്കുക. ഇപ്പോൾ MIS എന്ന് പറയുമ്പോൾ മാർജിൻ ഇൻട്രാഡേ സ്ക്വയർ ഓഫ്. ഇനി മാർക്കറ്റ് ഡെപ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും ഇന്ന് ഓപ്പൺ ചെയ്ത പ്രൈസ് എത്രയാണ്, ഇന്ന് വന്നിരിക്കുന്ന ലോ എത്രയാണ്, വോളി എത്രയാണ്, ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളതൊക്കെ നമുക്കിത് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ പൊസിഷൻ MISൽ എടുത്തിട്ടുള്ള ഒരു പൊസിഷൻ ക്യാരി ഫോർവേഡിലേക്ക് മാറ്റാൻ പോവുകയാണ്. ക്യാരി ഫോർവേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര നാളത്തേക്ക് വേണമെങ്കിലും ഹോൾഡ് ചെയ്യാവുന്ന രീതിയിലേക്കുള്ള കമ്പനിയാക്കി മാറ്റാനുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ കൺവേർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ മുൻപ് തന്നെയായിട്ട് നമുക്ക് എത്ര എമൗണ്ട് ഇതിനിപ്പോൾ ഇൻട്രാഡേയിൽ യൂസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. 14.22K ഇപ്പോഴും ബാലൻസ് ഉണ്ട്. നമ്മൾ 15K നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ്. അത്രയും ചെറിയൊരു എമൗണ്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മളിനി ഇതിനെ കൺവേർട്ട് ചെയ്തതിന് ശേഷം നോക്കുക. ഇപ്പോൾ കൺവേർട്ട് എന്ന് പറയുമ്പോൾ MIS to CNC എന്ന് പറയുമ്പോൾ ക്യാഷ് ആൻഡ് ക്യാരി കൺവേർട്ട് ചെയ്യാണ്. 30 ക്വാണ്ടിറ്റി കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ കൺവേർട്ടായി. ഇതൊരു എത്ര നാളത്തേക്ക് വേണമെങ്കിലും ഇനി ഹോൾഡ് ചെയ്യാവുന്ന രീതിയിലേക്കാണ് നമുക്ക് മാറിയിരിക്കുന്നത്. ഇവിടെ ഡാഷ്ബോർഡ് എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ മാർജിൻ മാറി കണ്ട നമുക്ക് ഇതിൽ 15K ആയിരുന്നു, ഇപ്പോൾ 7.92K ബാലൻസ് ഉള്ള വരുന്നത്. അപ്പോൾ ശരിക്കൊരു ആക്ച്വൽ ക്യാഷ് ഉപയോഗിച്ചിട്ട് വാങ്ങുന്നതാണ് ശരിക്കും CNC എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ലൈവായിട്ട് ഇപ്പോൾ ഇൻട്രാഡേ ട്രേഡിങ് നമുക്കൊരു ലാഭമായാലും നഷ്ടമായാലും എങ്ങനെയാണ് ഇൻട്രാഡേ ട്രേഡിങ് കൂടെ ട്രേഡ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സ്റ്റോക്ക് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. പ്രൈസ് കുറച്ചും കൂടി താഴത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ പ്രൈസ് കുറച്ച് താഴത്തേക്ക് ഇറങ്ങി 232.25 പ്രൈസ്. ഇപ്പോൾ നമുക്കുള്ള പൊസിഷൻ ലോസായി കണ്ട. നമ്മൾ പൊസിഷൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഹോൾഡിംഗ് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് 112 രൂപ ലോസാണ് വരുന്നത് ഹോൾഡിംഗ് പൊസിഷനിൽ. ഇനി നമുക്കത് ഇൻട്രാഡേയിൽ ഞാൻ ഈ പ്രൈസിൻ്റെ അടുത്ത് നിന്ന് ഇൻട്രാഡേയിൽ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ നമുക്ക് ബൈ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ എടുത്തു. അതിനുശേഷം ഞാനിവിടെ ക്വാണ്ടിറ്റി ഞാനിവിടെ 160 കൊടുക്കുകയാണ്. 160 കൊടുക്കുമ്പോൾ അതിന് എത്ര മാർജിൻ റിക്വയർഡ് എന്ന് പറഞ്ഞത് താഴത്തേക്ക് എഴുതി കാണിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ 100 ക്വാണ്ടിറ്റി ഇട്ടപ്പോൾ അതിൻ്റെ മാർജിൻ അവിടെ താഴത്ത് കാണിക്കുന്നുണ്ട്. ഇൻട്രാഡേയിലായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാർജിൻ മതി. ഞാൻ ഇവിടെ 150 ക്വാണ്ടിറ്റിയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. വെറും 3839 രൂപ മതി. പക്ഷേ നമുക്ക് ലിമിറ്റ് ഇട്ടിട്ടാണ് വാങ്ങുന്നത്. 232.50 നമുക്കൊരു പ്രത്യേക ഒരു പ്രൈസിന് മാത്രം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ലിമിറ്റ് ഇട്ട് വാങ്ങാം. പക്ഷേ ആ പ്രൈസ് വന്നാൽ മാത്രമാണ് നമുക്കത് ട്രേഡ് കിട്ടുള്ളൂ. ഇപ്പോൾ ട്രേഡ് നടക്കുന്നത് 233ലാണ്. ഇവിടെ മാർക്കറ്റ് ഡെപ്ത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഇവിടെ 233 അടുത്താണ് ട്രേഡിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ള ഒരു പ്രൈസ് എന്ന് പറയുന്നത് 232.50 വന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ട്രേഡ് നമുക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് നോക്കാം. പല ആളുകളും ഇട്ട് വെച്ചിട്ടുള്ള ബൈ ഓർഡേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ള ബൈ ഓർഡർ 232.50 ഞാൻ കുറച്ചും കൂടി സൂം ചെയ്ത് കാണിക്കാൻ കണ്ട. ഈ 232.50 വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബൈ നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ 232.60 ട്രേഡ് നടക്കുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ എത്ര ക്വാണ്ടിറ്റിയാണ് ഇട്ട് വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും അടിയിൽ ടോട്ടൽ ബൈ ഓർഡേഴ്സ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സെൽ ഓർഡേഴ്സൊക്കെ നമുക്ക് അപ്പുറത്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ടായി. നമുക്ക് പൊസിഷൻസ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് 150 ക്വാണ്ടിറ്റി നമുക്ക് MISൽ നമ്മൾ ബൈ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പൊസിഷൻ ഇപ്പോൾ ഇൻട്രാഡേ പൊസിഷനൊക്കെ പ്രത്യേകിച്ച് ഇൻ കേസ് നമ്മുടെ ഒരു അഗേൻസ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ലോസ് വരും താഴത്തേക്ക്. നമുക്കൊരു വിചാരിച്ച് എൻ്റെ അപ്പുറത്ത് ചിലപ്പോൾ പെട്ടെന്നൊരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് എങ്ങനെയാണ് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കേണ്ടത് നമുക്ക് നോക്കാം. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടത്തിനെ ചെറിയ രീതിയിലേക്ക് ഒതുക്കാൻ വേണ്ടിയിട്ടാണ്.
ഇപ്പോൾ നമ്മൾ ബൈ ചെയ്തിട്ടുള്ള ഒരു പൊസിഷനാണ്. ബൈ ചെയ്തിട്ടുള്ള ഒരു പൊസിഷനെ എക്സിറ്റ് ചെയ്യാനുള്ള ഓർഡറാണ് ഇട്ടേക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എക്സിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡറാണ് ഇട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ആ ഒരു സെയിം ക്വാണ്ടിറ്റി തന്നെ നമ്മളത് ഇട്ട് വെച്ചതിന് ശേഷം നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് കുറച്ചും കൂടി സേഫായിട്ട് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് 231 ഇട്ട് വയ്ക്കുകയാണ്. 231 ഇട്ട് വെച്ചിട്ട് സെല്ലെന്ന് പറഞ്ഞ ബട്ടൺ അമർത്തിയാൽ മതി. അപ്പോൾ ഇപ്പോൾ 231 പ്രൈസ് വന്നാൽ മാത്രമാണ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പൊസിഷൻ വിറ്റ് പോകുള്ളൂ. നമുക്കത് ഏത് പ്രൈസിൽ വേണമെങ്കിലും നമുക്കത് ഇട്ട് വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ 231 തന്നെ വേണമെന്നില്ല. എടുക്കുന്നൊരു റിസ്ക്കും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഇട്ട് വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ 230 വേണമെങ്കിൽ ഇട്ട് വയ്ക്കാം. 230 താഴെ വന്നു കഴിഞ്ഞാൽ പൊസിഷൻ ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റായി പോകാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിലും ഇട്ട് വയ്ക്കാം. ഇപ്പോൾ റിസ്ക് കുറവ് എടുക്കുന്നവർക്ക് വേണമെങ്കിൽ 232 ഇട്ട് വയ്ക്കാം. അതൊക്കെ ഓരോരുത്തരും ചെയ്യുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി രീതി അനുസരിച്ചിരിക്കും. ഇനി അതുപോലെ തന്നെ നമ്മൾ ഹോൾഡിംഗ് ചെയ്യുന്ന ഈ പൊസിഷനും വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കാം. എക്സിറ്റ് ചെയ്യാനുള്ള ഓർഡർ ഇട്ട് വയ്ക്കാം. ഇവിടെ ഇപ്പോൾ ലോങ് ടൈം കൊടുക്കുന്ന ഈ പൊസിഷൻ നമുക്ക് ഇപ്പോഴത്തെ ഒരു റേറ്റിന് എക്സിറ്റ് ചെയ്ത് കളയണമെങ്കിൽ മാർക്കറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് സെല്ലടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റായി പോകും. നമുക്കൊരു കുറച്ച് പകുതി ക്വാണ്ടിറ്റി മാത്രം എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്യാം. നമുക്ക് അവിടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മാറ്റി കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഇൻട്രാഡേ പൊസിഷൻ ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചത് ജസ്റ്റ് അത് കാണിച്ചു തന്നാണ്. ഞാൻ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ട് വെച്ചിട്ടില്ല. കാരണം ഈ പൊസിഷൻ അത് സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കാണ്ട് ഇപ്പോൾ നമുക്ക് പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഇപ്പോൾ നമുക്കൊരു 232.50 നമുക്ക് ബൈ ചെയ്തതിന് ശേഷം നമുക്ക് 233.90 ആയപ്പോഴേക്കും നമുക്ക് 210 രൂപ പ്രോഫിറ്റിലേക്ക് കയറി. ഞാനിവിടെ ഒരു സെൽ ഓർഡർ ഇട്ട് വയ്ക്കുകയാണ്. ഞാൻ ലിമിറ്റ് സെൽ ഓർഡർ, അതായത് നമുക്ക് വാങ്ങിയ ഇത് സ്റ്റോക്ക് വിറ്റാലാണ് നമുക്ക് പ്രോഫിറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുള്ളൂ. നമുക്കിവിടെ പ്രോഫിറ്റ് കണ്ടുകൊണ്ട് കാര്യമില്ല, നമുക്കത് വിൽക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 238 ഇട്ട് വയ്ക്കുകയാണ്. അതായത് അതിൻ്റെ പകുതി ക്വാണ്ടിറ്റി എടുത്തതിൻ്റെ പകുതി ക്വാണ്ടിറ്റി 75 ക്വാണ്ടിറ്റി 238 വന്നു കഴിഞ്ഞാൽ സെല് ചെയ്യാൻ, അതായത് വിൽക്കാൻ വേണ്ടി ഇട്ട് വയ്ക്കുകയാണ്. ഇപ്പോൾ ഇത് വെറും ഒരു ഓർഡർ മാത്രമാണ്. അത് ഓർഡർ ബുക്കിൽ നമുക്കത് കാണാൻ പറ്റും. എക്സിക്യൂട്ട് ആവാത്ത ഓർഡർ കാണുന്നതാണ് ഓർഡർ ബുക്ക്. നമുക്ക് ഇട്ട് വയ്ക്കാവുന്ന ഓർഡറാണ്. 238 വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷനിലെ പകുതി പൊസിഷൻ 75 ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ഓർഡർ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 150 ക്വാണ്ടിറ്റി ഇൻട്രാഡേയിൽ ബൈ ചെയ്തു. 30 ക്വാണ്ടിറ്റി നമുക്ക് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ പ്രോഫിറ്റിലാണ് 264 രൂപ പ്രോഫിറ്റിലാണ്. പിന്നെ ഇതിൽ തന്നെ ചാർട്ട് ഉപയോഗിക്കുന്നവർക്ക് ചാർട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ മാർക്കറ്റ് ഡെപ്തിൽ തന്നെ പോയി കഴിഞ്ഞാൽ അതിൽ ചാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാർട്ട് ഓപ്പൺ ആയി വരും. അത് യൂസ് ചെയ്യാൻ അറിയുന്നവർക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കുറഞ്ഞിരിക്കുകയാണ്. നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. പ്രൈസ് ഒന്ന് താഴത്തേക്ക് വന്നപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ഒന്ന് കുറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ള ടാർഗറ്റ് റേറ്റ് 238 അത് വന്നിട്ടില്ല. അത് ഞാൻ മോഡിഫൈ ചെയ്തിട്ട് കുറച്ചും കൂടി അടുത്തേക്കുള്ളൊരു ടാർഗറ്റിലേക്ക് ആക്കി മാറ്റാണ്. കാരണം ഇതിൻ്റെ മാർക്കറ്റിന് ഇന്ന് വലിയൊരു മൂവ്മെൻറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കുറച്ചും കൂടി അടുത്തൊരു പ്രൈസ് ആക്കിയിട്ട് മാറ്റാണ്. അതായത് 75 ക്വാണ്ടിറ്റി എന്നുള്ളത് ഞാൻ 120 ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ ഇട്ട് വയ്ക്കുന്നത്. കാരണം മാർക്കറ്റ് ഓരോ ടൈം ഡിലേ ആകും തോറും നമുക്കത് എത്രയും പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. അതായത് ഇൻട്രാഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് 120 ക്വാണ്ടിറ്റി നമുക്കതിൻ്റെ ഒരു മാക്സിമം ക്വാണ്ടിറ്റി നമുക്കത് ബുക്ക് ചെയ്യാനായിട്ട് ഇട്ട് വയ്ക്കുകയാണ്. ഇപ്പോഴും വലിയൊരു വ്യത്യാസങ്ങൾ വരുന്നില്ല, വലിയൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് വരുന്നില്ല. ഒരു ചെറിയൊരു റേഞ്ചിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് ഇപ്പോൾ ഈ കമ്പനി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഒരു പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ആ ഒരു ചെറിയൊരു റേഞ്ചിൻ്റെ ഇടയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഒരു കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു റേഞ്ചിലേക്ക് ഒരു പ്രോഫിറ്റ് വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി അടുത്തുള്ളൊരു ടാർഗറ്റിലേക്ക് ചിലപ്പോൾ അത് മാറ്റിയിടും. കാരണം അത് നമുക്കൊരു ടൈമാണ്. നേരത്തെ ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ 3:15 ആകുമ്പോഴേക്ക് നമുക്കത് എക്സിറ്റ് ചെയ്യേണ്ട ഒരു പൊസിഷനാണ്. ചിലപ്പോൾ ലോസ് ആയാലും ലാഭമായാലും അത് എക്സിറ്റ് ചെയ്യണം. ടൈം ഇത്രയായിട്ടും നമുക്ക് ഇപ്പോഴും നമ്മുടെ ഒരു വിചാരിച്ചൊരു ടാർഗറ്റിലേക്ക് നമുക്കത് എത്തിയിട്ടില്ല. കാരണം മാർക്കറ്റ് അങ്ങോട്ട് മൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മോഡിഫൈ ചെയ്യുകയാണ്. മോഡിഫൈ ചെയ്യുമ്പോൾ 235 ഇടാനാണ് വിചാരിക്കുന്നത്. അത് 150 ക്വാണ്ടിറ്റിയും എക്സിറ്റ് ചെയ്യുകയാണ്. കാരണം ഇനി നമുക്ക് അധികം ടൈമില്ല. ആ ടൈമിൻ്റെ ഉള്ളിൽ നമ്മളത് എങ്ങനെയെങ്കിലും അത് എക്സിറ്റ് ചെയ്ത് കളഞ്ഞ് പ്രോഫിറ്റ് എടുക്കണം. ഇൻട്രാഡേ പൊസിഷനാണ്. ഹോൾഡിങ് പൊസിഷൻസ് നമുക്കത് കുഴപ്പമില്ല, എത്ര നാൾ വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഒരു പൊസിഷൻ നമ്മളൊരു ഇത്ര പ്രോഫിറ്റ് വന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കത് കിട്ടില്ല. കാരണം നമ്മളത് എക്സിറ്റ് ചെയ്യണം. ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റിൽ നമുക്കത് എക്സിറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഈ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ആ ഒരു പ്രോഫിറ്റ് നമുക്ക് ആഡായിട്ട് വരുള്ളൂ. ഇപ്പോൾ നമ്മൾ 235 വന്നു കഴിഞ്ഞാൽ നമുക്കത് എക്സിറ്റ് ചെയ്യാൻ ഇട്ടിരിക്കുകയാണ്. എല്ലാ പൊസിഷനും ഇൻട്രാഡേയിൽ എടുത്തിട്ടുള്ള എല്ലാ പൊസിഷനും എക്സിറ്റ് ചെയ്യാൻ ഇട്ടിരിക്കുകയാണ്.
ഇപ്പോൾ നമ്മുടെ ഒരു ടാർഗറ്റിൻ്റെ റേഞ്ചിലേക്ക് എത്താറായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ള ഓർഡർ 235-ലാണ്. നമുക്ക് ഇവിടെ മാർക്കറ്റ് ഡെപ്തിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഓരോ ടെർമിനലിൽ നിന്ന് ഇട്ട് വെച്ചിട്ട് ഓർഡേഴ്സ് അവിടെ കാണാൻ സാധിക്കും. ക്വാണ്ടിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും അടിയിൽ 234-90 ഓർഡർ കാണാൻ സാധിക്കും. അതിൻ്റെയും താഴെയാണ് നമ്മുടെ ഒരു ഇത് വരുന്നത്. നമുക്ക് ആ ഒരു റേറ്റിലേക്ക് എത്തിയാലാണ് നമുക്ക് പൊസിഷൻ അത് എക്സിറ്റായി പോകുള്ളൂ. ഇപ്പോൾ കാണാൻ സാധിക്കും നമുക്ക് 235 18,937 പേര് ക്വാണ്ടിറ്റി ഓർഡർ അവിടെ പ്ലേസായി കിടക്കുന്നുണ്ട്. ആ ഒരു പ്രൈസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൊസിഷൻ ഇപ്പോൾ തന്നെ നമുക്കത് എക്സിറ്റായി പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് എത്രയാണോ ആ ഒരു പ്രോഫിറ്റ് എങ്കിൽ ആ ഒരു പ്രോഫിറ്റ് നമുക്കത് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ ട്രേഡ് നടക്കുന്നത് 234.90 നമ്മളൊരു പ്രൈസിൻ്റെ അടുത്തെത്തി. ഓക്കെ, നമുക്ക് ഇപ്പോൾ എക്സിക്യൂട്ട് ആവും. ഇപ്പോൾ എക്സിക്യൂട്ടായി. നമ്മുടെ പൊസിഷൻ 150 ക്വാണ്ടിറ്റി 235 നമുക്കത് എക്സിറ്റായി. ഇപ്പോൾ നമുക്ക് ആ ഒരു ഷെയ്ഡ് മാർക്ക് വന്നത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. നമ്മൾ ആ ഒരു പൊസിഷൻ പോയി, MIസിലുള്ള പൊസിഷൻ നമുക്കത് എക്സിറ്റായി പോയി. 375 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റാണ്. പക്ഷേ ഓർഡേഴ്സിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഓർഡേഴ്സിൽ 15-10 നമ്മൾ രാവിലെ എടുത്ത പൊസിഷൻ 9:31-നാണ്. പിന്നെ എടുത്ത പൊസിഷൻ 12:29-നാണ് എടുക്കുന്നത്. ആ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്നത് 15-10 3:10-നാണ് എക്സിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് 350 അതിങ്ങനെ കാരണം ഹോൾഡിംഗ് പൊസിഷൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വേരിയേഷൻസ് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഇൻട്രാഡേയിൽ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് എടുക്കുന്നത്. ഇതൊരു ചെറിയൊരു പ്രോഫിറ്റ് അല്ല. നമ്മൾ അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന മാർജിൻ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. വളരെ ഒരു ചെറിയൊരു മാർജിനാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. വെറും ഇൻട്രാഡേയിൽ ഉപയോഗിച്ചിട്ടുള്ള മാർജിൻ എന്ന് പറയുന്നത് 3,839 രൂപയായിരുന്നു. ഇൻട്രാഡേയിൽ ഈ പൊസിഷൻ എടുക്കാനായിട്ട് 150 ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു 9% എബവ് പ്രോഫിറ്റാണ് ഇന്ന് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഇതേപോലെയാണ് നമുക്കൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് എടുക്കുന്നത്. അപ്പോൾ ഒരു 1 lakh റുപ്പീസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു 9,000 എബവ് ആണ് നമുക്ക് ആ ഒരു പ്രോഫിറ്റ് വരുന്നത്. നമ്മളിപ്പോൾ ഒരു തുടക്കമായത് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് കാണിച്ചത്. നമുക്ക് ഇനി വരും വീഡിയോസിൽ തന്നെ നമുക്കൊരു വലിയൊരു ക്വാണ്ടിറ്റിയിൽ എങ്ങനെ ചെയ്യും, എങ്ങനെ കൂടുതൽ സ്ട്രാറ്റജി കൂടെ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്ന ലൈവ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.